നമസ്കാരം. വാറന്റ് തീർന്നവർക്ക് വിലയില്ല. മോദി 3.0 വികസന ഗ്യാരണ്ടി. വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുമെന്ന് രാജ്യസഭയിലും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ അതിനെ മോദി 3.0 എന്ന് വിശേഷിപ്പിക്കും. മോദി 3.0 എല്ലാ ശക്തിയും വികസന ഭാരതം സൃഷ്ടിക്കാൻ ഉപയോഗിക്കും. വാറന്റി അവസാനിച്ചവരെ രാജ്യം ശ്രദ്ധിക്കില്ല. ഗ്യാരണ്ടി നൽകി വിജയിച്ചവരെ വിശ്വസിക്കും. രാജ്യസുരക്ഷയെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് അവകാശമില്ലെന്നും അവർ സ്വന്തം ലാഭത്തിനു വേണ്ടി ഭീകരതയും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുമെന്നും മറ്റും ഗുരുതരമായ ആരോപണങ്ങളും മോദി ഉന്നയിച്ചു. കോൺഗ്രസിനെയും നേതാക്കളെയും നിശ്ചിതമായി ആക്രമിച്ചു. മഹത്തായ പാർട്ടി യുവരാജാവിന് വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന് സ്റ്റാർട്ട് ആയില്ലെന്നും ഉയരാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു മോദി പറഞ്ഞു. കോൺഗ്രസ് 40 സീറ്റിൽ കൂടുതൽ നേടില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാക്കുകൾ മോദി ആയുധമാക്കി. 40 നേടാൻ താൻ പ്രാർത്ഥിക്കുകയാണെന്ന്. ജനങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് കോൺഗ്രസ് പുറത്തു പോകേണ്ടി വന്നത്. അവർ ഡൽഹിയിൽ 1 രൂപ പ്രഖ്യാപിച്ചാൽ 12 പൈസയാണ് ജനങ്ങളിൽ എത്തിയത്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തിയില്ല. നയങ്ങളിൽ മരവിപ്പുണ്ടാക്കി. കൊളോണിയൽ അടിമത്ത മനോഭാവം രാജ്യത്തെ പിന്നോട്ടടിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് ചേരുന്ന വൈകിട്ട് 5 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കുന്ന വർഷങ്ങളോളം തുടർന്നു. OBC സംവരണം സർക്കാർ ജോലിയുടെ നിലവാരം തകർക്കുമെന്ന് ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചെന്നും ആരോപിച്ചു. കോൺഗ്രസ് കാലത്ത് BSNL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിപ്പിച്ചത് തന്റെ ശബ്ദം അടിച്ചമർത്താനാവില്ലെന്നും ജനങ്ങൾ ശക്തിപ്പെടുത്തിയ ശബ്ദമാണ് തന്റേതെന്നും ബഹളമുണ്ടാക്കിയാൽ കോൺഗ്രസ് അംഗങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു.